ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മോശം സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു വേദനയുണ്ട്. അത് കുറേ നാളായിട്ട് ഉള്ള വേദനയാണ്. ഇവിടെ 10 നിങ്ങൾ കാണുന്നുണ്ട്. അത് എൻഡിങ്ങിനെ കാണിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു മോശ സമയം, വളരെ മോശ സമയമാണ് കടന്നു പോയത്. അതിനി നിങ്ങൾക്ക് ഒരിക്കലും വരത്തില്ല. അത്രയ്ക്ക് മോശം സമയമാണ് കടന്നു പോയത്. ഇപ്പോൾ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണോ കൊണ്ടുവരുവാൻ സാധിക്കുന്നത്, അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും വരും. അതായത് മറ്റുള്ളവരോടുള്ള ദേഷ്യവും വാശിയും എല്ലാം മാറ്റി എല്ലാവരോടും ക്ഷമിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എനിക്കറിയാം നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട്, ഇപ്പോഴും നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. അത്രമാത്രമാണ് ആൾക്കാർ നിങ്ങളെ വഞ്ചിച്ചതും ചതിച്ചതും വേദനിപ്പിച്ചതും വിഷമിപ്പിച്ചതും എല്ലാം. പക്ഷേ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു മോശ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒന്ന് എല്ലാവരോടും ക്ഷമിക്കുക. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം നിങ്ങൾ ഫോർഗീവ് ചെയ്യുക, ക്ഷമിക്കുക എല്ലാവരോടും. നമ്മളെ ചതിച്ച ഒരാളോട് നമുക്ക് പകയും ദേഷ്യവും എല്ലാം ഉണ്ട്. നമ്മൾ ആ ഒരു ദേഷ്യവും വച്ചുകൊണ്ടിരിക്കണോ അതോ ആ ഒരു സാഹചര്യത്തിൽ ഫൈറ്റ് ചെയ്യണോ? എന്താണ് ചെയ്യേണ്ടത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതേപോലെയാണ് നമുക്ക് കിട്ടുന്ന സാഹചര്യം മോശമായാലും നല്ലതായാലും നമ്മളാണ് ചിന്തിക്കേണ്ടത് ആ ഒരു സാഹചര്യത്തിൽ കരയണോ ചിരിക്കണോ എന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആരോടുള്ള ദേഷ്യമായാലും അത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ജീവിതം ഫൈറ്റ് ചെയ്ത് ജീവിക്കുക. എനിക്കറിയാം മോശ സാഹചര്യം വരുമ്പോൾ ഒരു വ്യക്തി തകർന്നു പോകും, കരച്ചിൽ വരും, ഭയങ്കരമായിട്ട് കരയും അവർ. പക്ഷേ ആ ഒരു സമയം നമ്മൾ ഒന്ന് സ്ട്രെങ്ത് ഉണ്ടാക്കി ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു മോശം സാഹചര്യത്തോട്. ഞാൻ പറയുന്നത് ലൈഫിൽ എപ്പോഴൊക്കെ മോശം സാഹചര്യം വരുന്നു അപ്പോഴൊക്കെ നമുക്ക് കരച്ചിൽ വരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കരയാൻ വരുന്ന ആ സമയത്ത് നമ്മൾ സ്ട്രെങ്ത് എടുത്ത് ചിരിക്കുക. ഇതൊന്നും എൻ്റെ മുമ്പിൽ ഒന്നുമല്ല, ഇതിനെക്കാട്ടി അപ്പുറത്തെ സാഹചര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എൻ്റെ മുമ്പിൽ ഒന്നും തന്നെയല്ല എന്ന് വിചാരിച്ച് സ്ട്രെങ്തോടെ ചിരിക്കുക. കരയാൻ വരുന്ന സമയത്ത് ചിരിക്കുക. കാരണം ലൈഫ് നമ്മളെ കരയിപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾ കരഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് ചിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ചിരിച്ചുകൊണ്ട് നേരിടുക എന്ത് സാഹചര്യമായാലും. ഇങ്ങനെയാണ് നമ്മൾ ജീവിതം ജീവിക്കേണ്ടത്. അതായത് കോൺഫിഡൻസോടെ ജീവിതം ജീവിക്കുക. അല്ലാതെ ജീവിതത്തിൽ എന്ത് ദുഃഖം വന്നാലും കരഞ്ഞുകൊണ്ടൊരു മൂലയിലിരുന്നിട്ട് കാര്യമില്ല, ഫൈറ്റ് ചെയ്യണം. നമ്മളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒരു യോദ്ധാവ് പോലെ ആവണം. ഒരു ലയൺ എങ്ങനെയാണോ കാട്ടിൻ്റെ ആ ഒരു രാജാവായി മാറിയത്, നിങ്ങൾക്ക് ആ ഒരു ലയണിൻ്റെ ശക്തി ഉണ്ടെന്ന് സ്വയം നിങ്ങൾ വിചാരിക്കുക. നിങ്ങളൊരു യോദ്ധാവാണ്. നിങ്ങൾ ആ സാഹചര്യത്തിനെ എല്ലാം ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ ഫേവറിലാക്കണം. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ആദ്യം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക. നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഫോർഗീവ് ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെയുള്ള വ്യക്തികൾ കാർമിക്കിൻ്റെ രൂപത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളുടെ ജീവിതത്തെ തകർത്തത്. അതുകൊണ്ട് അവരുടെ ആ ഒരു കർമ്മം അവർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ ലൈഫിൽ വന്നത്. കഴിഞ്ഞ ജന്മത്തിലുള്ള കർമ്മത്തിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ ജന്മത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അത് ചെയ്തിട്ട് അവർ റിലീസായി പോയി. അതുകൊണ്ട് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുക. എത്രത്തോളം നമ്മൾ വിഷമിച്ചിരിക്കുക അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക, നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു സ്ട്രെസ്ഡ് ഇഷ്യൂ ഉണ്ട്. അതായത് ഇത് എനിക്ക് ശരിയാകുമോ, ഞാനിത് ചെയ്താൽ ശരിയാകുമോ, അങ്ങനൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് മാറ്റണമെങ്കിൽ ആദ്യം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക. അതിലൂടെ മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ സോളിനെ നിങ്ങൾ സന്തോഷമാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഇവിടെ ഏതൊരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അതായത് ആ ഒരു സമയം ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അങ്ങനൊരു ഗിൽറ്റുള്ള ഭാവം ആർക്കോ ഉണ്ട്. സമയം കഴിഞ്ഞു, ഇനി ആ കാര്യം ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. വെറുതെ ആ ഒരു സമയം സംഭവിച്ചത് ആലോചിച്ച് ഇപ്പോഴേ ഇങ്ങനെ ഗിൽറ്റായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. സംഭവിക്കാതെ സംഭവിച്ചു, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് ഗിൽറ്റ് മാറ്റിയിട്ട് നിങ്ങൾ അന്ന് ആ സമയത്ത് നിങ്ങൾ ചെയ്ത ആ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് ലൈഫിൽ എന്ത് പാഠമാണ് പഠിക്കാൻ പറ്റിയത്, ഇനി നിങ്ങൾ ആ ഒരു തെറ്റ് ഒരിക്കലും ഇനിയുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ എന്ത് പഠിച്ചു അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾ.
ഇവിടെ നിങ്ങൾ ചെയ്ത ആ ഒരു തെറ്റിൽ നിങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഗിൽറ്റായിട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് മാപ്പ് ചോദിക്കണം എന്തുകൊണ്ട്? കാരണം നിങ്ങൾ കാരണം ഒരു വ്യക്തി വിഷമിച്ചു. അപ്പോൾ ഇനി അവരോട് മാപ്പ് ചോദിക്കാനും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തിനോട് പറയുക, ദൈവമേ, ഞാൻ അന്ന് എൻ്റെ ആ ഒരു പ്രവൃത്തി കാരണം ആ വ്യക്തിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ കാരണം അവർ ഒത്തിരി വിഷമിച്ചു. എന്നോട് ക്ഷമിക്കുക. എൻ്റെ അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ ദുഃഖം സമർപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് വിധിക്ക് അനുസൃതമായിട്ടാണ്. നമുക്ക് വിധിയെ മാറ്റി എഴുതാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇവിടെ ചില ആൾക്കാർ കുട്ടിക്കാലത്ത് ചെയ്ത ആ ഒരു തെറ്റ് ആലോചിച്ചും വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ കുട്ടിക്കാലത്ത് ആരുടെയോ ഓട് തെറ്റ് ചെയ്തു, അവർ വിഷമിക്കുകയാണ്. അതുപോലും ഇപ്പോഴും ആലോചിച്ച് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആരായാലും ഇങ്ങനെ ഡീപ്പായിട്ട് ചിന്തിച്ച് വിഷമിക്കുന്നവരാരാണോ അവർ ഈ ഒരു ചിന്ത നിർത്തുക. കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല. കുറേ ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത് മോശമായി ബാധിക്കും. അതുകൊണ്ട് ആരാണോ ഇങ്ങനെ കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങൾ പോലും ആലോചിച്ച് വിഷമിക്കുന്ന അവർ അത് മാറ്റുക, സ്വഭാവം മാറ്റുക, ആ ഒരു ചിന്ത മാറ്റുക. ഇവിടെ ആർക്കൊക്കെയാണോ 3-4-3 അല്ലെങ്കിൽ 4-3-4 അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ 34-43 അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ഇതാണ്. അതായത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ പുതിയ വാതിലുകൾ തുറക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ആലോചിച്ചും ഭയങ്കരമായിട്ട് നിങ്ങൾ പേടിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം വെച്ചാണ് നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി ഭാവിയിൽ എന്തോ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് പേടിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫ് ഇപ്പോഴും ഇരുട്ടിലല്ല ഉള്ളത്. കാരണം നിങ്ങൾക്കിപ്പോൾ അറിയാം എൻ്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കണം, എന്തൊക്കെ സംഭവിക്കേണ്ട. ലൈഫിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. മുന്നത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട് നിങ്ങൾ. സുഖവും ദുഃഖവും ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ഇപ്പോഴും നിങ്ങൾ നിങ്ങളെ ദുഃഖിപ്പിച്ചവരുടെ ആ വാക്കുകൾ ഇപ്പോഴും മനസ്സിലിട്ട് ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കണം. അവർ ആ സമയം നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ വാക്കുകൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയാണ്. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അല്ലാതെ നിങ്ങളെ ചീത്ത പറയും, വഴക്ക് പറയും, നിങ്ങളെ മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് വേണ്ടി എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? അവരെക്കുറിച്ച് ആലോചിച്ച് എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് സമയം കൊടുക്കൂ. നിങ്ങളുടെ ആ ഒരു സ്വഭാവം, ഇപ്പോൾ ചിന്തിച്ച് വിഷമിക്കുന്ന ആ സ്വഭാവം മാറ്റൂ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ആത്മാവിനുമാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനെ നിങ്ങൾ ആരോഗ്യമായിട്ട് വയ്ക്കുക. എനിക്കറിയാം ആരെക്കുറിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം നല്ലതായിട്ടിരിക്കൂ, എന്നിട്ട് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കൂ. ഇവിടെ ഒരാളുടെ മനസ്സ് അത്രമാത്രം വേദനിപ്പിക്കുകയാണ് ഈ ഒരു റീഡിങ് കാണുന്ന ആരോടെ മനസ്സ്. അതാണ് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി പറയുകയാണ്. അതായത് അവർ അത്രമാത്രം വിഷമിക്കുകയാണ്. അവർ പറയുകയാണ്, എൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തില്ല, ഞാൻ അങ്ങനെയല്ലല്ലോ നിങ്ങളെ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുകയാണ്. വേറൊരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ പറയുകയാണ്, ഞാനിനി എന്ത് ചെയ്യും, ലൈഫിൽ ഒന്നും എനിക്ക് പറ്റുന്നില്ല, മുന്നോട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല, എനിക്ക് അവരെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര വിഷമമുണ്ട്, അവരുടെ കാര്യം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരടുത്തൊക്കെ ഞാൻ പറയണം, ആദ്യം നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങൾക്ക് സമയം കൊടുക്കുക. നിങ്ങൾ നല്ലതായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് സമയം കൊടുക്കൂ. ഇവിടെ ഞാൻ പറയുന്നത് സമയം ആർക്ക് വേണ്ടിയും നിൽക്കത്തില്ല. സമയം പോകുന്ന അനുസരിച്ച് നമ്മളും പോകണം. അതുകൊണ്ട് നമ്മളുടെ വിലപ്പെട്ട സമയം നമ്മൾ വെറുതെ കളയരുത്. ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ എനർജി എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ഏതോ ഒരു വ്യക്തി അവരെ മനസ്സിലാക്കുന്നില്ല, അവരുടെ എനർജി എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതാണ് ഞാൻ ഇത് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു പവർഫുൾ എനർജിയിലുള്ളൊരു വ്യക്തിയാണ്. ആദ്യം നിങ്ങളെ സ്വയം മനസ്സിലാക്കുക. ഇവിടെ 2000-ൻ്റെ ഇടയ്ക്കും 2020-ഇടയ്ക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിച്ചിട്ടില്ല. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ആ ഒരു പ്രശ്നത്തിലാണിപ്പോൾ. ചില ആൾക്കാർക്ക് ഹെൽത്ത് സംബന്ധമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ചില ആൾക്കാർ കുട്ടികളുടെ ആ ഒരു കാര്യം, അവരുടെ ഭാവി അതാലോചിച്ച് വിഷമിക്കുന്നു. ചില ആൾക്കാർ സ്വന്തം ഭാവി, ജോലി എന്തും റെഡിയാവാതെ ഇരിക്കുന്നു, അത് കാരണം വിഷമിക്കുന്നു.
ഇവിടെ നിങ്ങളുടെ എനർജിയിൽ ഒരു നെഗറ്റിവിറ്റി വരുന്നുണ്ട്. നിങ്ങളെ ആ ഒരു നെഗറ്റിവിറ്റി പേടിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ ആൾക്കാരോട് മിണ്ടി സംസാരിച്ച് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ആ ഒരു സംസാരിക്കുന്ന വ്യക്തികളോട് പിന്നെ പിണങ്ങേണ്ട അവസ്ഥ വരുന്നു. അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നു. എന്ത് പറ്റി, എൻ്റെ സ്വഭാവത്തിൽ എന്ത് പറ്റിയിട്ട് അവരിങ്ങനെ എന്നോട് കാണിക്കുന്നത്, നല്ല രീതിയിലെല്ലാം പോയതാണല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നു. എന്ത് പറ്റി, എൻ്റെ കുഴപ്പം കൊണ്ടാണോ, ഞാനാണോ തെറ്റുകാരി, എനിക്കെന്താ പറ്റിയത് എന്നൊക്കെയുള്ള തോന്നൽ നിങ്ങൾക്ക് വരുന്നു. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ടും നിങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും, അതായത് നിങ്ങളുടെ ഹെൽത്തിനുമാണ് ബാധിക്കുന്നത്. കാരണം നിങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്, അവർ ഇത്ര നല്ലതായിട്ട് നമ്മളടുത്ത് സംസാരിച്ചതാണല്ലോ, പെട്ടെന്ന് അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം മോശമായല്ലോ എന്ന് ആലോചിച്ച് നിങ്ങൾ സ്വയം ഇങ്ങനെ വിഷമിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ചില സമയം നല്ലത് ചിന്തിക്കുന്നു, ചില സമയം മോശം ചിന്തിക്കുന്നു. ഇവിടെ കൂടുതലും മോശമായിട്ടുള്ള വിചാരങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചാകട്ടെ, നിങ്ങളെക്കുറിച്ച് ആലോചിച്ചാകട്ടെ, മോശം ചിന്തകളാണ് വരുന്നത്. അതായത് ഒരു വ്യക്തി അത്രമാത്രം വിവശരാവുകയാണ്, സ്വയം അവർക്ക് വേണ്ടി നല്ലൊരു പ്രാർത്ഥന പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ കൂടെ പോലും ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു റീഡിംഗ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് അവസ്ഥയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു സ്ഥിതി ഇപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്ത് മോശം സാഹചര്യം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്തേനെ എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്ഥിതി ആരോട് പറയണം, ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, ഇത് ആരോട് പറയണം, എനിക്ക് തന്നെ അറിയത്തില്ല എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങൾ. ഇവിടെ നെഗറ്റീവ് തോട്ട്സ് ആ ഒരു തോട്ട്സിലാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു സൊല്യൂഷൻ ഞാൻ പറയുന്നത്, ആരാണോ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന നിങ്ങളോട്, അങ്ങനെയുള്ള വ്യക്തികളോട് നിങ്ങൾ ഡിസ്റ്റൻസ് വയ്ക്കുക. നിങ്ങളുടെ ഉള്ളൊന്ന് ഹീലാവണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് ആരാണോ നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കുന്നത്, പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വീണ്ടും കുത്തി നോവിപ്പിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളോട് നിങ്ങൾ ഡിസ്റ്റൻസ് വയ്ക്കുക. ഇവിടെ OCD പോലത്തെ ആ ഒരു കാര്യങ്ങൾക്ക് മരുന്ന് എടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോഴായിരിക്കും ഉറക്കം ഉണ്ടാകുന്നത്. ആ സമയത്തേക്ക് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും, പക്ഷെ വീണ്ടും ഉണരുമ്പോൾ വീണ്ടും നിങ്ങൾ ഈ ഒരു ചിന്തയല്ലേ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ സ്വയം ഹീലാവാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത്, എപ്പോഴൊക്കെ നെഗറ്റീവ് തോട്ട്സ് വരും അപ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി നല്ലത് പറയുക. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ടത്, നിങ്ങളെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ മാപ്പ് കൊടുക്കുക. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക. ഇനിയുള്ളത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അഫർമേഷൻസ്, സ്വന്തം നന്മയ്ക്ക് വേണ്ടി നല്ല അഫർമേഷൻസ് പറയുക. ഇതൊക്കെ നല്ല ഒരു എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. നെഗറ്റീവ് എനർജി പോകാൻ നല്ലൊരു ഉപായം ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ടുള്ള ആ വെള്ളം തലയിൽ ഒഴിക്കുന്നത് നല്ലതാണ്. എന്നും കുളിക്കുമ്പോൾ കല്ലുപ്പിട്ടിട്ട് ലാസ്റ്റ് ബക്കറ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് തലയിൽ ഒഴിക്കുന്ന ലാസ്റ്റത്തെ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ട് ആ വെള്ളം തലയ്ക്ക് ഒഴിക്കുക. പിന്നെ നമ്മൾ വേറെ വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ സ്ഥിരം ചെയ്യുക. ചീനക്കാരം തലക്കൊഴിഞ്ഞ് കത്തിക്കുന്നത് നല്ലതാണ് വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ. ഇല്ലെങ്കിൽ കർപ്പൂരം തലക്കൊഴിഞ്ഞ് കത്തിക്കുന്നത് നല്ലതാണ് വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ. അതൊക്കെ ചെയ്യുക. സന്ധ്യ സമയത്താണ് ഈ ഒരു ചീനക്കാരവും കർപ്പൂരവും ഒക്കെ തലക്കൊഴിഞ്ഞ് കത്തിക്കാവുള്ളത്. ഇവിടെ ഈ ഒരു എനർജി, നെഗറ്റീവ് എനർജി രാഹുവിൻ്റെ ആ ഒരു ഗ്രഹത്തിനെയാണ് കാണിക്കുന്നത്. രാഹു ഗ്രഹത്തിൽ വരുമ്പോഴാണ് ഇലൂഷൻ ക്രിയേറ്റ് ആവുന്നത്. ഓവർ തിങ്കിങ്, നെഗറ്റീവായിട്ടുള്ള ഒത്തിരി വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ വീട്ടിൽ വസ്ത്രങ്ങൾ അടുക്കും ചിട്ടയോടെ വയ്ക്കാതെ വലിച്ചു വാരി ഇടുന്നത്, അതൊക്കെ മാറ്റുക നിങ്ങൾ. കൂടാതെ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ വരുന്നത് കുറയുക. മുന്നേയൊക്കെ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ വരുമായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ വരുന്നത് കുറയുക. ഇവിടെ നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഐസൊലേഷനിൽ തന്നെ നിങ്ങൾ ഇരിക്കുന്നു, ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ. കൂടാതെ ആവശ്യമില്ലാത്തടത്ത് പൈസ ചിലവായി പോകുന്നു. ഇവിടെ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പുറത്ത് ആൾക്കാർക്കുണ്ടാകുന്നു. അതേപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കുറിച്ച് ആലോചിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം രാഹുഗ്രഹത്തിൻ്റെ ആ ഒരു ഇതായിട്ട് ഉണ്ടാവുന്നതാണ്. രാഹുവിൻ്റെ മോശം ഇഫക്റ്റ് വരുമ്പോഴാണ് നമുക്ക് തലയിൽ എപ്പോഴും ഒരു ഭാരം തോന്നുക, ഇല്ല എങ്കിൽ തലയിൽ എപ്പോഴും ഒരു വേദന ഉണ്ടാവുക, അങ്ങനെയൊക്കെ തോന്നുന്നത് ഈ ഒരു രാഹുവിൻ്റെ മോശം എഫക്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, നിങ്ങളുടെ ദേഷ്യം കൺട്രോളിൽ വെക്കാൻ ശ്രമിക്കുക നിങ്ങളെപ്പോഴും.
ഇവിടെ ഒരു വ്യക്തി, ഓപ്പോസിറ്റുള്ള വ്യക്തി മോശം ആളായിരിക്കാം. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ മോശമായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ സമയം അവരോട് പ്രതികരിക്കുന്ന ആ ഒരു രീതി എങ്ങനെയാണോ അതായിരിക്കും ആൾക്കാർ കാണുന്നത്. അത് വെച്ചായിരിക്കും നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പോലും മിണ്ടാതെ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ദേഷ്യം കൺട്രോളിൽ വയ്ക്കുക. കാരണം മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു ദേഷ്യം കാണുമ്പോൾ നിങ്ങളെ ജഡ്ജ് ചെയ്യും. നിങ്ങൾക്കൊരു ടാഗ് തരും. ഇവരിങ്ങനെയാണ് എന്നുള്ള രീതിയിലൊരു ടാഗ് തരും നിങ്ങൾക്ക്. അതുകൊണ്ട് ആ സമയം പോലും നിങ്ങൾ ഓപ്പോസിറ്റുള്ള വ്യക്തി എത്ര മോശം തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രതികരിക്കാൻ പോവരുത്. ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനൊരു സ്ഥിതിയാണുള്ളത് എങ്കിൽ ബ്ലാക്ക് ഓർ ബ്ലൂ ഈ 2 കളറ് അവോയ്ഡ് ചെയ്യുക. വൈറ്റ് കളർ വസ്ത്രം കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർ പറയും ബ്ലാക്ക് ഓർ ബ്ലൂ ഇത് ഇടുമ്പോഴാണ് നമുക്ക് നല്ലത് വരുന്നതെന്ന്. അത് തെറ്റായ ധാരണയാണ്. അതാണ് നിങ്ങളുടെ ഇലൂഷൻ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫേവറായിട്ട് വരുന്നത് കാണാം. ഇവിടെ സ്പിരിച്വലായിട്ട് പോകുന്ന ആൾക്കാർക്കെല്ലാം ഇത്രയും വിഷമങ്ങൾ അനുഭവിച്ചിട്ട് അവരുടെ ആ ഒരു ജേർണി മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം അത്രമാത്രം വിഷമങ്ങളായിരിക്കും അവർ അനുഭവിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷം ലഭിക്കത്തില്ല. അവർ ആഗ്രഹിക്കാത്ത സമയത്തായിരിക്കും അവർക്ക് സന്തോഷം പലപ്പോഴും ലഭിക്കുന്നത്. പിന്നെ ആ ഒരു സന്തോഷം നേടിയെടുക്കാൻ ഒത്തിരി കഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ഇങ്ങനെയുള്ള ജീവിതം വേറെ ആർക്കും കിട്ടത്തില്ലേ ദൈവമേ എന്ന്. എനിക്ക് കിട്ടിയത് പോട്ടെ, ഇനി ഒരാൾക്ക് ഇതേപോലെ അനുഭവിക്കേണ്ടി വരല്ലേ ദൈവമേ എന്നായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മളുടെ സ്പിരിച്വലായിട്ടുള്ള ജേണി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇത്രയൊക്കെ ട്രാൻസ്ഫർമേഷനിൽ കൂടെ കടന്നു പോയാലേ നമുക്കൊരു സക്സസ് ലഭിക്കുകയുള്ളൂ. വളരെ മോശം അവസ്ഥയിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഈ സംസാരിക്കുന്ന ഞാനും പോയിട്ടുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ. അതായത് എന്തെങ്കിലും ഒരു സന്തോഷം ലഭിച്ച് കഴിയുമ്പോൾ വിചാരിക്കും ഇനിയെല്ലാം നേരെ പോകുമെന്ന്. അപ്പോഴാണ് എന്തെങ്കിലും ഒരു സംഘർഷം അവിടെ വരുന്നത്. അപ്പോൾ അതായത് ഒരാൾ തളർന്നിരിക്കുമ്പോൾ വീണ്ടും അവരെ തളർത്തുന്ന അവസ്ഥ. അതാണ് സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. സ്പിരിച്വൽ ജേണിയിൽ കൂടെ പോകുന്നവർക്ക് പെട്ടെന്നൊന്നും കിട്ടത്തില്ല. കുറച്ച് സമയമെടുത്തായിരിക്കും കിട്ടുന്നത്. ഒത്തിരി സ്ട്രഗിളും എടുക്കേണ്ടി വരും അത് കിട്ടാൻ വേണ്ടി. ട്വിൻ ഫ്ലെയിം ജേണി ആയാലും സോൾമേറ്റ് ജേണി ആയാലും ചൂസൺ 1 ആയാലും സ്പിരിച്വൽ ജേണി ആയാലും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാണം വരെ പോകും. ആ രീതിയിലായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. ട്വിൻ ഫ്ലെയിം ജേണിയിൽ കൂടെ പോകുന്നവർക്ക് ഓരോ സാഹചര്യത്തിലും ഓരോ പ്രശ്നങ്ങളായിരിക്കും അവർക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചൂസൺ 1 ആണെങ്കിലോ സ്പിരിച്വൽ ജേണിയിലാണെങ്കിലോ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിലോ സോൾമേറ്റ് ജേണിയിലാണെങ്കിലോ ഏത് ജേണിയിലായാലും നിങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമം എന്താണോ അത് ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അവസാനിക്കാൻ പോകുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് സന്തോഷത്തിലോട്ട് ഹാപ്പിനെസ്സിലോട്ടാണ് പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ആ ഒരു സന്തോഷത്തിന് അർഹതപ്പെട്ടവരാണ് എന്ന്. കാരണം അത്രമാത്രം ദുഃഖങ്ങളും വേദനകളുമാണ് നിങ്ങൾ സഹിച്ചത്. അപ്പോൾ പതുക്കെ ദൈവം നിങ്ങൾക്ക് നേരെ ന്യായം ചെയ്യുകയാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ വളരെ പ്രസന്നരായിട്ടാണ് കാണുന്നത്. പഴയ ആ ഒരു ദുഃഖഭാവം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം ലഭിക്കും, ഞാൻ ആ ഒരു സന്തോഷം ഡിസർവ് ചെയ്യുന്നു, അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ വലിയൊരു ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി വളരെ വലിയൊരു സുഖം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഡിസർവ് ചെയ്യുന്നു ആ ഒരു സുഖം. നിങ്ങൾ നല്ല ഒരു ലൈഫായിരിക്കും ഇനി അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുന്നത്. ഇനി നിങ്ങളുടെ ഇൻട്യൂഷൻ വളരെ പവർഫുള്ളായിരിക്കും. ഇവിടെ നമ്പർ 7 ആ ഒരു നമ്പറിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ കണക്റ്റ് ആകുന്നു. അതായത് നമ്പർ 777 അതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇൻട്യൂഷൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കണം. കാരണം നിങ്ങളുടെ ഇൻട്യൂഷൻ അത്രയ്ക്ക് പവർഫുൾ ആവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആരോ ഭദ്രകാളിയുടെ ഭക്തയോ ഉണ്ട്. ഇവിടെ ആ ഒരു ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അമ്മയുടെ ഭക്തന്മാരാരൊക്കെ ഉണ്ട് അവരെല്ലാം ഇന്ന് തന്നെ വെള്ളിയാഴ്ചയാണ് കോവിലിൽ പോയി അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മയോട് നന്ദി പറയുക. നിങ്ങൾ എപ്പോഴൊക്കെ ഭയവും പേടിയും നെഗറ്റീവ് തിങ്കിങ്ങും ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഭദ്രകാളിയുടെ ആരാധനയാണ്. ഭദ്രകാളിയെ പൂജിക്കുക, ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പോവുക. അപ്പോഴൊക്കെ നമ്മുടെ എല്ലാ നെഗറ്റിവിറ്റിയും മാറുന്നതാണ്. അപ്പോൾ ഭദ്രകാളി ദേവി പറയുന്നത് നിങ്ങളെ ഭദ്രകാളി ദേവി എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും സംരക്ഷിക്കുന്നതാണ്.
റീഡിങ് കാണുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പറയുമായിരിക്കും ഞാനായതുകൊണ്ട് ഇത്രയും സഹിച്ചു, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒട്ടും സഹിക്കത്തില്ല എന്ന്. പക്ഷേ അമ്മയുടെ ആ ഒരു സംരക്ഷണം നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും സഹിക്കാൻ സാധിച്ചത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യം നടക്കുവാൻ പോകുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു രണ്ടാമത്തെ ജന്മമാണ് നിങ്ങളുടേത്. ഒരു റീബർത്ത് തന്നെയാണ് നിങ്ങളുടേത്. അത് ദൈവത്തിൻ്റെ ആ ഒരു കടാക്ഷം ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം രാഹുവിൻ്റെ ആ ഒരു എനർജി നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കി കളയും, തകർത്ത് കളയും നമ്മളെ. പക്ഷെ നല്ല ദൃഷ്ടി പതിച്ചാൽ നമ്മളെ പണക്കാരാക്കി മാറ്റുകയും ചെയ്യും. അതാണ് രാഹു ഭഗവാൻ. പക്ഷെ ദൈവത്തിൻ്റെ ആ ഒരു കടാക്ഷവും അനുഗ്രഹവും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുവാൻ സാധിച്ചത്. അത് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട, ദൈവത്തിന് നന്ദി പറയേണ്ടതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ.